ഓ ഇങ്ങനെ തുറക്കുന്നല്ലേ? ലൈറ്റ് ഉണ്ടോ? പണ്ട് ഇതിനകത്ത് നെല്ലല്ലേ? ഇതാണ് പത്തായം അല്ലേ? അറ. പത്തായം അറിയോ ഒന്നാണോ? ത്തിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ? കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ? കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ? ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണേലാഹ മറ്റൊരു കാർവർണ്ണനു മാലയ്ക്ക്. കല്യാണി കളവാണി. എൻ്റെ ബസ് കുറച്ച് ലേറ്റായി. 7:00 ബസ് 9 മണിയായി എത്തിയപ്പം ഞാൻ ഹരിപ്പാട് നിന്ന് ഓട്ടോ പിടിച്ച് വരുവാണ്. വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഞങ്ങളെ കാണാൻ ഞങ്ങളെ കാത്തിരുന്ന ദേവി എത്തിക്കഴിഞ്ഞു. മഹാദേവനെ തൊഴുതിട്ട് അവിടെ ഒരു വീട്ടിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, അവിടെ എത്തിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എത്തിയപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു, അമ്മ റെഡിയായിരുന്നു. അങ്ങനെ ഞാനും വന്നു. ഈ കുട്ടി നമ്മുടെ എല്ലാ വീഡിയോയിലും ഓപ്പോസിറ്റ് ഒരു വീട് കാണത്തില്ല, ആ വീട്ടിലെ കുട്ടിയാട്ടോ, അതിൻ്റെ ഉടമസ്ഥയാണ്. ഇത് ദേവിയെ ഇരുത്താനുള്ള പന്തലായിരുന്നു. ഓരോ വീട്ടിലും ഓരോ രീതിക്കുള്ള പന്തലായിരുന്നു. നമ്മുടെ നാട്ടിൻപുറമൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് അടുത്ത വീട്ടിലാണ് പോകേണ്ടത്, അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഞാനൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ സരസുവിന് ദേവി ആ കുട പിടിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് കണ്ടോ, ദേവി ഇങ്ങനെ എഴുന്നള്ളണമെങ്കിൽ 2 കുട ഇങ്ങനെ ദേവിയുടെ മുകളിലായിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കും. അതാ ഞാൻ അന്നേരം സരസുവിനോട് പറഞ്ഞു, സരസു ദേവിയാന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊന്ന് പറയുന്നില്ലേ, റോസ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് നോക്കിയത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഞങ്ങളുടെ ഓണാട്ടുകരക്കാരുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ എന്ന് തന്നെ പറയാം. ഇത് പറക്കെഴുന്നള്ളത്ത് ദേവി ഗ്രാമത്തിലെ എല്ലാ വീട്ടിലും വരും. അതുപോലെ ഇതിലൊന്നും ഇന്ന് വരെ ഒരു മോഡേൺ ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് നെല്ല് കൊണ്ടുവരുന്ന ആളെ പ്ലാസ്റ്റിക് കൊട്ട മറ്റമ്മളാക്കാം അന്ന് പറഞ്ഞില്ലേ, അത് റീപ്ലേസ് ആയി കേട്ടോ. ഇപ്പോൾ അത് പ്ലാസ്റ്റിക് ആയി. ആ ഒരാൾ പറയും കൊണ്ട് പോയ കണ്ടോ. ഇപ്പം നെല്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ടുണ്ട് ഇതുപോലെ ഈ ആൾക്കാർക്കൊന്നും ചെരുപ്പ് ഒന്നും അവർ ഉപയോഗിക്കില്ല കേട്ടോ. ഇതൊക്കെ ആ നാടിൻ്റെ ആ ഒരു ചാണകം മെഴുകിയ തറയിലാണ് കളിക്കുന്നത്. ഇവിടെ ഈ വീട്ടിൽ വേറൊരു രീതിക്കുള്ള പന്തലായിരുന്നു കേട്ടോ. ഇതൊരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരും. അപ്പോൾ രാവിലെ ഞാനെത്തി. 2 ദിവസം ദേവി നമ്മുടെ കൂടെ കേട്ടോ. കൂടെ ഒരു വിളക്കും 2 സൈഡിൽ 2 കൊടയും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്. ഈ വീട്ടിലപ്പോൾ കണ്ട ഇത് കിളിമരം എന്ന് പണ്ട് പറയും. ഇതിന് എത്ര പേർക്ക് അറിയാവുന്നല്ല. അതേലാണ് ഈ കുടമുല്ല ഇങ്ങനെ പണ്ടത്തെ കാലത്ത് പടത്തി വിടുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പഴയ വീടായത് കേട്ടോ. ഇതേ കപ്പ, കാന്താരി ചമ്മന്തി, അതുപോലെ വറ്റൽ മുളക് ചുട്ടത്, ഉള്ളിയായിട്ട് ചെറിയ ഉള്ളിയായിട്ട്. പറയുമ്പം പോലും വായിൽ വെള്ളം വരും. ഇത് ചുക്ക് കാപ്പി. ഇപ്പം ഇതൊന്നും കാണാനില്ലല്ലോ. ഓ ഇങ്ങനെ തുറക്കുന്നതല്ലേ? ലൈറ്റ് ഉണ്ടോ? പണ്ട് ഇതിനകത്ത് നെല്ലല്ലേ? ഇതാണ് പത്തായം അല്ലേ? അറ. പത്തായം അറിയോ ഒന്നാണോ? പത്തായം വേറെ അല്ലേ? ഇത് അറ, നെല്ല് സൂക്ഷിക്കുന്നത്. അടച്ചു നെല്ലും അവരുടെ പഴയ സ്വർണ്ണമൊക്കെ. ഓ പണ്ടത്തെ ലോക്കർ. എന്തോ ദേവിക്ക് വെച്ചതാണോ? ആണോ? ഇത് പഴയ കാലത്തെ അറയാണ് കാണിച്ചത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. എല്ലാ വീട്ടിലും പറ വരുന്നു. അയലത്തെ വേറൊരു വീട്. ഇത് ഒരു ഭയങ്കര രസം തോന്നിയൊരു വീടാട്ടോ. പണ്ടത്തെ എരുത്തില് ഇത് മുന്തിരിയായി ഇപ്പോൾ അവർ പടത്തിയിരിക്കുന്നത്. പഴയ കിണർ, അതുപോലെ കിണറിൻ്റെ അടുത്തൊരു കുളിമുറി. ഇപ്പോഴല്ലയോ വാഷ്റൂം എന്നൊക്കെ നമ്മൾ സ്റ്റൈലിൽ പറയുന്നത്, അതും വീടിനകത്തായത്. അതുപോലെ ഇവിടെ നിന്നും നോക്കിക്കേ, ഈ കുളം തെങ്ങിൻതടി ഇട്ട് പടി കെട്ടി അത് നിറച്ച് പായലെ, അതിനോട് ചേർന്ന് മുളങ്കാട്, അതിൻ്റെ പുറകിലായിട്ടൊരു കാവ്, അതുപോലെ സൈഡിലൊക്കെ പാടം. ഇത് ശരിക്കും ഒരു മഴക്കാലത്ത് ഈ വീട്ടിലൊന്ന് വരേണ്ടത് തന്നെ. അപ്പം നമുക്ക് പറ്റുമോ നോക്കാം. വരും ഇല്ല, ഇപ്പം ഇങ്ങനത്തെ വാതിലൊന്നും ഇല്ലല്ലോ. ഇപ്പം എല്ലാം മോഡേൺ ഇല്ലയോ, പാതി വാതിലും. നമ്മുടെ നാട്ടിൽ 2 ദിവസം ഇങ്ങനെ ചെണ്ടയുടെയും ഇങ്ങനെ ആ ഒരു ശബ്ദമാണ്. അങ്ങനെ അമ്മ യാത്രയൊക്കെ പറഞ്ഞ്, ഫ്രണ്ടിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുക. ഇനി എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന അമ്മയാണ് കേട്ടോ. ഇത് നോക്കി പല മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വരമ്പത്തൂടി ഇങ്ങനെ നടന്നു പോവുക, അങ്ങനത്തെ ഒരു ഗേറ്റ് എന്ന് പറയുന്നത് കണ്ടോ, 2 തൂണൊക്കെ ഇട്ട്. ഈ വീടിന് ഓപ്പോസിറ്റായിട്ട് വേറെ കാറൊക്കെ വരാൻ വേറൊരു വാതിലുണ്ട്. അമ്മയുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ.
അതെല്ലാം കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തെ ഒരു കാഴ്ചയായി ഇത്. ഒന്നും പറയാനില്ല. കുഞ്ഞുനാളിൽ തൊഴിൽ താലപ്പൊലി എടുക്കാൻ പോകുന്നുണ്ട്. ഇതൊരു 5 മണിയായിട്ടേ ഉള്ളൂ രാവിലെ കേട്ടോ. ഇതിന് അമ്മ വന്നില്ല. കാര്യം അമ്മയ്ക്ക് ഇത്ര സമയമൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ദേവിക്ക് ഒരു നമ്മുടെ ഗ്രാമത്തിലെല്ലാവരും കൂടി ഒരു വരവേൽപ്പ് കൊടുക്കുന്നത്, വരവേൽപ്പെന്ന് തന്നെ പറയുന്നത്. ഇതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഇഷ്ടമാവും, ബോറടിക്കും ഉറപ്പാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ദേവിയുടെ വരവേൽപ്പും ദേവിയുടെ ഈറനണിയിക്കുന്ന യാത്രയയപ്പും ഒക്കെ നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോഴും ചോദിച്ചു ഇങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ടോ എന്നൊക്കെ അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു. ദേവി എല്ലാവരുടെയും താലം അത് സ്വീകരിക്കുന്നതാണ്. ഇത് ആ ഒരു വെളുപ്പാങ്കാലത്ത് തുടങ്ങുന്ന ചടങ്ങ് ഇത് അവസാനിക്കുന്നത് ഒരു 7-7:30 മണിയോളോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ നിൽക്കുക. ഇതെൻ്റെ താലം കേട്ടോ. എൻ്റെ വീഡിയോ എടുത്തു തരാനായിട്ട് ഞാൻ വീഡിയോ എടുക്കലും താലം പിടുത്തവും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ അവിടെ ആ പുറകിലായിട്ടൊരു സ്റ്റേജ് കണ്ടില്ലേ, ഞങ്ങൾ കുഞ്ഞുനാളിൽ ഇവിടെ മത്സരം ഒക്കെ നടന്നിട്ട് അവിടുന്ന് സോപ്പ് വെട്ടി പ്ലേറ്റ് ഒക്കെ മത്സരങ്ങൾക്കൊക്കെ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ ഒരു കൊച്ചു എന്താ പറയുന്നത് ഒരു കരയോഗ മന്ദിരം, അവിടെ ഒരു സ്റ്റേജ്, ഇതെല്ലാം കൂടെ ഉള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് ദേവി അടുത്ത കരയിലാണെങ്കിലും നമ്മുടെ കരയിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ ഇഷ്ടം. ആ ഒരു എന്തോ ഒരു ഇതാണ് ദേവി. അപ്പോൾ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ദേവി ഇങ്ങനെ വരുത്തുപോക്ക് അത് അങ്ങനെയൊക്കെ പറയും. അതിലൊക്കെ എത്ര കാര്യമുണ്ടെന്നൊന്നും എന്തായാലും അറിയത്തില്ല. വിശ്വാസങ്ങളല്ലേ എല്ലാം. അത് നമ്മളിപ്പോഴും തുടരുന്നു. അപ്പോൾ അവിടെ ആയിട്ട് ദേവിയെ ഇരുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ചടങ്ങായത്. അപ്പം ഇത് കുറേ സമയം എടുക്കും കേട്ടോ. അതാ അമ്മ വരാൻ അമ്മയ്ക്ക് കാലുവേദന അത്ര സമയമൊന്നും പറ്റില്ല. അപ്പോൾ ഇത് തിരുമേനിമാർ 2 സൈഡിൽ നമ്മൾ നേരത്തെ 2 കൊട 1 വിളക്ക്, രാത്രിയാകുമ്പോൾ ഇത് 2 വിളക്ക് 2 സൈഡിലായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇത് തീരുന്ന ആ ഒരു സമയത്ത് ആ മേളോ ഇതെല്ലാം കൂടെ ഒക്കെ കഴിഞ്ഞ് ഇത് എടുക്കുന്ന തിരുമേനിമാരിൽ പോലും അവർ പോലും ഇതിന് ജീവത എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് താഴ്ത്തി വെക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് ബലമായിട്ട് അവരെ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വാങ്ങി ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും അടുത്ത വീട്ടിലേക്കുള്ള വിരുന്നാണ് പോകുന്നത്. അപ്പം ഇത് ആൾക്കാരൊക്കെ ചുറ്റി നിന്ന് ഈ തിരുമേനി ഇപ്പം ഇതിവിടെ ഈ ജീവത ഇവിടെ താഴ്ത്തി വെക്കുന്നതോടുകൂടി ആളുകളിങ്ങനെ ഒരു ബോധം പോകുന്ന ആ ഒരു അവസ്ഥയിലോട്ടെത്തും. അതാണ് ആ ഒരു ചടങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണുമ്പം നമ്മുടെ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു നമുക്കൊക്കെയുള്ള ആ ഒരു ഫീല്. അപ്പം ഇത് വീഡിയോയിൽ കൂടെ അത് ഞാനിത് അധികം കട്ട് ചെയ്തില്ല. നിങ്ങളിലോട്ടൂടെ എത്ര പേർക്ക് അറിയാം ഇതൊക്കെയെന്നറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കാലം ഇപ്പോൾ കണ്ടത് കേട്ടോ. എൻ്റെ അത്രയും മാത്രമേ എനിക്ക് എടുക്കാൻ കിട്ടിയുള്ളൂ. ദേവിയെ നമ്മൾ അവിടെ ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ താലപ്പൊലിയൊക്കെ താഴ്ത്തി വെച്ചു. അപ്പോൾ വെടിക്കെട്ടെന്നൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോഴേ പേടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ മഹാദേവനെയൊക്കെ കണ്ടിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പം വൈകിട്ടാവുന്നു. നമ്മുടെ വീട്ടിലെ ദേവിയെ കാത്തിരിക്കുക. 2 പേര് ഇരിക്കുന്നുണ്ടോ, എന്നെ ഗോസിപ്പ് പറയുമോ 2 കൊണ്ടിരിക്കുന്നു അങ്ങനെ. അപ്പോഴാണ് ഇനിയും നിങ്ങൾക്ക് ഞാൻ വേറൊരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഓണാട്ടുകാരക്കാരുടെ അസ്ത്രം കാണിക്കാമെന്ന്. അപ്പോൾ ആ പോകുന്ന ഒരു വീട്ടിലോട്ട് കഞ്ഞി കുടിക്കാൻ പോവാണ്. അവിടെ ഒരു വീട്ടിൽ കഞ്ഞി അസ്ത്രമുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെങ്ങനെ കാത്തുകാത്തിരുന്ന് നമ്മുടെ ദേവിത നമ്മുടെ വീട്ടിലും എത്തി. ഈ വീഡിയോ ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷം കുറച്ച് റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം സാധാരണ ഒരു വീട്ടിൽ ഒരു നെല്ലിൻ്റെ പറയാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ പറയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ വെക്കും. നമ്മുടെ വീട്ടിൽ പറയുണ്ടെങ്കിൽ നമുക്കത് വെക്കാം, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന പറയാണ് വെക്കാറുള്ളത്. അപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഞാനും ഒരു പറ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി കൊടുക്കുകയാണ് പതിവ്. അമ്മയുടെ വകയായിട്ട് എല്ലാ വർഷവും ഉള്ളതാണ്. 3 പിടി നമ്മൾ നിറയ്ക്കും, ബാക്കി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ നിറയ്ക്കും. അങ്ങനെ നമ്മുടെ സ്വീകരണം സ്വീകരിച്ച് അങ്ങനെ ദേവി തൃപ്തിയായി. നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അതൊരു സന്ധ്യയായിരുന്നു ഇപ്പോൾ സമയം. അപ്പോൾ ഇതും കഴിഞ്ഞ് നമുക്ക് ദേവി നമ്മുടെ വീട്ടിൽ, നമ്മൾ മുമ്പേ എന്താ കുട്ടിയുടെ വീടാ തൊട്ട് മുമ്പിൽ കാണുന്നത്, അവിടോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ദേവി തിരിച്ചു പോകുന്നിടം വരെ ഈ വിളക്ക് കെടാൻ പാടില്ല. അപ്പോൾ ദേവിയെ പറഞ്ഞു വിടുന്ന ചടങ്ങ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് പോകേണ്ടത് കഞ്ഞി കുടിക്കാൻ പോകണം. അപ്പോൾ അവിടുത്തെ ഓണാട്ടുകരയിലെ അസ്ത്രവിശേഷങ്ങളുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി.